ആജ്ഞചക്രയെ ഉദ്ദീപിപ്പിക്കുന്ന, ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണം നൽകുന്ന ഒരു വ്യായാമമാണ് അർദ്ധ പിഞ്ചമയൂരാസനം അഥവാ ഡോൾഫിൻ എക്സസൈസ്. ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിപ്പിച്ച് മനസ്സിനെ ശാന്തമാക്കി സമാധാനം നിലനിർത്തുവാൻ സഹായിക്കുന്ന ഒരു യോഗാസനം. ശീർഷാസനം, പിഞ്ചമയൂരാസനം, ചതുരംഗദണ്ഡാസനം, വസിഷ്ഠാസനം, വിശ്വമിത്രാസനം, അഷ്ടവക്രാസനം, തിർത്ഥിഭാസനം തുടങ്ങി കായിക ബലവും മനസ്സാന്നിധ്യവും ആവശ്യമുള്ള നിരവധി യോഗാസനങ്ങൾ ചെയ്യാൻ ശരീരത്തെയും മനസ്സിനെയും തയ്യാറാക്കുന്ന ഫലപ്രദമായ ഒരു യോഗാഭ്യാസമാണ്. നമ്മുടെ കൈകളെയും ഷോൾഡേഴ്സിനെയും നെഞ്ചിലെയും വയറിലെയും പിൻഭാഗത്തെയും ഒക്കെ പേശികളെയും ബലപ്പെടുത്തുന്നതോടൊപ്പം തലവേദന, ഇൻസോംനിയ അഥവാ ഉറക്കമില്ലായ്മ, ക്ഷീണം, മൈൽഡ് ഡിപ്രഷൻ എന്നിവയും അകറ്റാൻ സഹായിക്കുന്നു. ലോ ബ്ലഡ് പ്രഷർ അകറ്റാനും തലച്ചോറിലേക്ക് രക്തത്തിൻ്റെ ഒഴുക്ക് ത്വരിതപ്പെടുത്താനും ഈ വ്യായാമം സഹായിക്കും. ഇത്രയും ഗുണകരമായ ഈ വ്യായാമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണോ ഇല്ലയോ എന്ന് ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞ് തീരുമാനിക്കുക. കാരണം ആരൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പിന്നീട് വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഈ ആസനം എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. കാൽമുട്ടുകൾ ചേർത്ത് വച്ച് ഉപ്പുറ്റികളിൽ ഇരിക്കുക. കൈത്തണ്ടകൾ മടക്കി കൈപ്പത്തി കൊണ്ട് കൈമുട്ടുകൾ പിടിച്ച് തോളിൻ്റെ ലെവലിൽ തറയിൽ വയ്ക്കുക. കൈമുട്ടുകളുടെ പൊസിഷൻ മാറാതെ കൈത്തണ്ടകൾ മുമ്പോട്ടാക്കുക. കൈവിരലുകൾ കോർത്തു വെച്ചോ വിരിച്ച് നിലത്ത് പതിച്ചു വയ്ക്കുകയോ ചെയ്യാം. കാൽവിരലുകളിൽ കുത്തി നിന്ന് മുട്ടുകൾ നിവർത്തുക. മെല്ലെ മുന്നോട്ട് നടന്ന് അരക്കെട്ട് പരമാവധി ഉയർത്തുക. ഇവിടെ നിന്ന് പറ്റുന്നിടത്തോളം തലച്ചോറിലോ തലച്ചോറിൻ്റെ മധ്യത്തിൽ പിറ്റ്യൂട്ടറി, പീനിയൽ എന്നീ ഗ്രന്ഥികളുടെ സ്ഥാനത്തോ ശ്രദ്ധിച്ച് ദീർഘമായി ശ്വാസോച്ഛ്വാസം ചെയ്യാൻ ശ്രമിക്കുക. തിരിച്ചു വരാൻ മുട്ടുമടക്കി തറയിൽ കുത്തി ശശാങ്കാസനത്തിലേക്ക് വരിക. ശ്വാസോച്ഛ്വാസം സാധാരണഗതിയിൽ ആകുമ്പോൾ വരിക. ഇതാണ് അർദ്ധ പിഞ്ചമയൂരാസനത്തിന്റെ ആദ്യത്തെ വെർഷൻ. രണ്ടാമത്തേത് ഡൈനാമിക് ആയിട്ടുള്ള പ്രാക്ടീസാണ്. ഇതിനെ ഡോൾഫിൻ പുഷപ്സ് എന്നാണ് വിളിക്കാറ്. നേരത്തെ പറഞ്ഞ ഗുണങ്ങളോടൊപ്പം മസിൽ പമ്പിങ്ങിനും അപ്പർ ബോഡി സ്ട്രോങ് ആക്കാനും വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനും വളരെ ഫലപ്രദമാണ് ഡോൾഫിൻ പുഷപ്സ്. നേരത്തെ പോലെ അർദ്ധ പിഞ്ചമയൂരാസനത്തിൽ വരിക. കാലുകൾ കുറച്ചു മാത്രം പിന്നിലേക്ക് കൊണ്ടുവരിക. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് നിശ്വസിച്ചുകൊണ്ട് ശരീരം മുന്നോട്ടാഞ്ഞ് പരമാവധി തറയ്ക്ക് സമാന്തരമായി കൊണ്ടുവരാൻ ശ്രമിക്കുക. ശ്വാസം ഉള്ളിലേക്കെടുത്ത് ഉയർന്നു വരിക, പുറത്തേക്ക് വിട്ട് താഴോട്ട് വരിക. ഇങ്ങനെ 10 മുതൽ 30, 40, 50 തവണ ചെയ്യാം. ചെയ്യുന്നതിൻ്റെ അത്രയും ഗുണം കിട്ടും എന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഒരുമിച്ച് 25, 50 തവണ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. 10, 15 തവണ ചെയ്തിട്ട് കുറച്ചു നേരം ശശാങ്കാസനത്തിൽ വിശ്രമിച്ചതിന് ശേഷം വീണ്ടും ശ്രമിക്കാം. എന്തും സാവകാശം വിവേകത്തോടെ കെട്ടിപ്പടുത്തുന്നതാണ് ഉത്തമം. ഇങ്ങനെ നാം നമ്മുടെ ശരീരം മുന്നിലേക്കും പിന്നിലേക്കും ചലിപ്പിക്കുമ്പോൾ നമ്മുടെ വയറിലെ എല്ലാ മസിലുകളും പ്രവർത്തിക്കുകയും കൊഴുപ്പ് കുറച്ച് വയറ് ഫ്ലാറ്റ് ആക്കാനും സാധിക്കുന്നു. വീണ്ടും ശശാങ്കാസനത്തിൽ വിശ്രമിക്കുക. ഇനി ഡോൾഫിൻ്റെ മൂന്നാമത്തെ വേരിയേഷനാണ്. ശീർഷാസനം ചെയ്യാനും പൂർണ്ണ പിഞ്ചമയൂരാസനം ചെയ്യാനും സഹായിക്കുന്ന തയ്യാറെടുപ്പാണിത്.
അർദ്ധ പിഞ്ച മയൂരാസനത്തിൽ നിന്ന ശേഷം ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് മെല്ലെ മുകളിലേക്ക് പരമാവധി ഉയർത്താൻ ശ്രമിക്കുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ട് ഉയർത്തിയ കാൽ താഴെ കൊണ്ടുവരിക. ഇത് തന്നെ ഇടതുകാലിലും ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് കാലുയർത്തുന്നു, ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴേക്ക് വരുന്നു. ഇത് തന്നെ 2 തരത്തിൽ ചെയ്യാം. ഇതുപോലെ ശ്വാസഗതിക്കനുസരിച്ച് തുടർച്ചയായി കാലുകൾ മാറി മാറി ചെയ്യാം. അല്ലെങ്കിൽ ഒരു കാൽ ഉയർത്തി നിന്ന് തുടർച്ചയായി ശ്വസനം പരിശീലിക്കാം. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരും സ്ലിപ്ഡ് ഡിസ്ക്, ഹാർട്ട് പ്രോബ്ലംസ്, ഇയർ ഇൻഫെക്ഷൻ, ത്രോംബോസിസ്, മൈഗ്രെയിൻ എന്നിവ ഉള്ളപ്പോൾ ഈ വ്യായാമം ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം. ഇത്തരം പ്രശ്നങ്ങളില്ലാത്ത ഏതൊരാൾക്കും ഈ വ്യായാമം ചെയ്യാവുന്നതാണ്. ഇത് തുടർച്ചയായി കുറച്ചുനാൾ ചെയ്തു കഴിയുമ്പോൾ പൂർണ്ണ പിഞ്ച മയൂരാസനവും ശീർഷാസനവും പോലെ കഠിനമായ അഭ്യാസമുറകൾ ചെയ്യാനുള്ള ശക്തിയും മനക്കരുത്തും നമുക്കുണ്ടാകും. നന്നായി ശ്രമിക്കുക. നിങ്ങളുടെ അനുഭവങ്ങളും പരിശീലിക്കുമ്പോൾ നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ നമുക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാം. നമ്മുടെ ശ്രമങ്ങൾ വിജയകരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്തേ.